തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലുണ്ടായ തീപിടുത്തവും അതിനു പിന്നാലെ ഉയർന്നുവന്ന മരണവാർത്തയും കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നിൽ ഇത്തരം സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. മാർച്ച് 17 ഉച്ചയോടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടാകുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തെ തുടർന്ന് പുക പടർന്നതോടെ ICUവിൽ കഴിഞ്ഞിരുന്ന അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ജീവനക്കാരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. അത്യാധുനിക സൗകര്യമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായത് വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള രോഗികൾ കഴിഞ്ഞിരുന്ന ഭാഗമായതിനാൽ പുക ഉയർന്നത് വലിയ ഭീഷണിയായി. അഗ്നിശമന സേനയുടെയും ആശുപത്രി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ രോഗികളെ സ്ട്രക്ചറുകളിലും മറ്റും ICUവിലേക്ക് മാറ്റി. തീപിടുത്തത്തിന് പിന്നാലെ ചികിത്സയിലായിരുന്ന 2 രോഗികൾ മരണപ്പെട്ടതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. നെയ്യാറ്റിൻകര സ്വദേശിയായ സനീഷ് ബൈക്ക് അപകടത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ടത്. തീപിടുത്തം ഉണ്ടായ സമയത്ത് സനീഷ് ICUവിൽ ചികിത്സയിലായിരുന്നു. തീപിടുത്തത്തിന് ശേഷം രോഗിയെ മാറ്റുന്നതിനിടയിലുണ്ടായ കാലതാമസവും അസൗകര്യങ്ങളുമാണ് നില വഷളാകാൻ കാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അപകടത്തിന് ശേഷം ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നുവെന്നും തീപിടുത്തത്തിന് ശേഷമാണ് സ്ഥിതി മോശമായതെന്നും ഇവർ വിശ്വസിക്കുന്നു. തീപിടുത്തത്തിന്റെ പിറ്റേന്ന് രാവിലെയാണ് സനീഷ് മരണപ്പെട്ടത്. ഓയൂർ സ്വദേശിയായ കൃഷ്ണൻകുട്ടി തീപിടുത്തം നടന്ന ദിവസം ഉച്ചയ്ക്ക് 12:45 മരണപ്പെട്ടത്.